ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അമേരിക്ക ഇറാൻ്റെ നറ്റാൻസ്, ഫാർദോ, ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ ഈ 3 സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലായാലും മെയിൻ സ്ട്രീമിലായാലും ഒരുപാട് സ്പെക്കുലേഷൻസ്, ഒരുപാട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പോയി ഡീറ്റെയിൽ ഒക്കെ നോക്കി മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇതിൽ മനസ്സിലാക്കാൻ പറ്റിയത്, ചില മാധ്യമങ്ങൾ പറയുന്നത് സബ്മറൈൻ ഉപയോഗിച്ചെന്നാണ്, ചിലർ പറയുന്നത് B2 ബോംബറിൻ്റെ ഇമേജും ആ ഒരു ഡിസ്പ്ലേ ഒക്കെ കാണിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും വാർത്ത ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഈ ബങ്കർ ബസ്റ്റർ എന്നുള്ളതിലുപരിയായിട്ട് മദർ ഓഫ് ഓൾ ബോംബ്സ്, മോആബ്, MOAB എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന, ഇതിൽ GBU എല്ലാം തന്നെ GBU 43, GBU 57 എല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന ബോംബ് തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെ ഡിപ്ലോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പം അമേരിക്ക ഇപ്പോൾ കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്ത ബോംബ് 28,000 29,000 പൗണ്ട് ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 30,000 പൗണ്ട് എന്ന് വെച്ചോ. വാർഹെഡിൻ്റെ വെയിറ്റ് മാത്രം ഏതാണ്ട് 8,500 കിലോഗ്രാം വരും. പിന്നെ ഇതിൻ്റെ ഓവറോൾ വെയിറ്റ് ആണ്, അതായത് ഈ മിസൈൽ സിസ്റ്റം എല്ലാം കൂടെ ചേർത്തിട്ട് ഉള്ള വെയിറ്റ് ആണ് ഈ ഒരു 30,000 എന്ന് പറയപ്പെടുന്നത്, 30,000 പൗണ്ട് എന്ന് പറയുന്നത്. ഈ വാർഹെഡ് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ ബോംബ്, മറ്റേത് മിസൈലാണ്. ഈ മിസൈലും അതേപോലെ GPS ഗൈഡഡ്, പ്രിസിഷൻ ഗൈഡഡ് സിസ്റ്റംസ് എല്ലാം ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തുള്ള ഓവറോൾ വെയിറ്റ് ആണ് ഇതിന് 30,000 പൗണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും അവസാനം അമേരിക്ക തന്നെ ഇറങ്ങി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് അറ്റാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പോകേണ്ട ഈ ഒരു ക്രെഡിറ്റ് ഇസ്രായേലിന് പോകുമായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അമേരിക്ക ഇപ്പം കൃത്യമായിട്ട് ഈ ഒരു ഓപ്പറേഷൻസ് നടത്തി തീർത്തതിൻ്റെ ആ ഒരു ഉദ്ദേശം തന്നെ അതാണ്. കാരണം അവരായിരിക്കണം എപ്പോഴും മാസ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഇറങ്ങും. അമേരിക്ക ഇറങ്ങിയില്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് തന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അതായത് ഇസ്രായേൽ ഏത് രീതിയിലാണ് അവരുടെ പ്രഷർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക 2 ആഴ്ച പറഞ്ഞാലും ഇസ്രായേലിന് അത് സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ കുറച്ചുകൂടെ മുൻകൂട്ടി തന്നെ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ തീർന്നു എന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നടക്കാൻ പോകുന്ന റെജീം ചേഞ്ചുകൾ, ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രങ്ങൾ, ഇറാനിൽ നടക്കാൻ പോകുന്ന റെജീം ചേഞ്ച്, സിറിയയിൽ സംഭവിച്ചത് എന്താണ്, ഇതെല്ലാം തന്നെ കമ്പയർ ചെയ്ത് ഇറാൻ തീർന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities in the Iranian regime: Fordo, Natanz, and Esfahan. Everybody heard those names for years as they built this horribly destructive enterprise. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. Tonight, I can report to the world that the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. ഇനി ഇപ്പോൾ ഇത്രയും വെയിറ്റുള്ള ബോംബ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ C-13 എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റിൽ കൊണ്ടുപോയിട്ട് പാരഷൂട്ട് ലോഞ്ച് പാഡിൽ ഇതിനെ പുൾ ഔട്ട് ചെയ്ത് താഴേക്ക് പതിപ്പിക്കാം. അങ്ങനെ പതിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിന് GPS ഗൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ആക്ടിവേറ്റ് ആയി സെൽഫായിട്ട് തന്നെ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് പോയി അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ മോആബ് എന്ന് പറഞ്ഞ ഈ ഒരു ബോംബിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ഡിപ്ലോയ് ചെയ്യാം. ഇത് ഇന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യണമെന്നില്ല. കൃത്യമായിട്ട് ആ ഒരു ഇറാൻ്റെ ബോർഡറുകളിൽ, അറേബ്യൻ സീയുടെ സൈഡിലോ റെഡ് സീയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത് വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഏതാണ്ട് 6-7 ഡിസ്ട്രോയേഴ്സ് ഇസ്രായേലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടൊക്കെ അമേരിക്ക കൊണ്ടവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് അമേരിക്കയുടെ സബ്മറൈൻസ് ഇറാൻ്റെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് സബ്മറൈനിൽ നിന്ന് 30 മിസൈലുകൾ, അത് 30 ഷോട്ട് സബ്മറൈനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ 30 തന്നെ ലോങ് റേഞ്ച് മിസൈലുകളാണ്. സബ്മറൈനിൽ നിന്നും ഡിപ്ലോയ് ചെയ്ത മിസൈലുകളൊന്നും ഈ മോആബ് കാറ്റഗറിയിൽ വരുന്നതല്ല. GBU 57-43 ആ കാറ്റഗറിയിൽ വരുന്ന ബങ്കർ ബസ്റ്റേഴ്സും അല്ല. അതാദ്യം മനസ്സിലാക്കുക. അതൊക്കെ ഹെവിലി ഡാമേജ് ഉണ്ടാക്കാൻ രീതിയിലുള്ള ഹെവി ബോംബുകൾ തന്നെയാണ്, ഹെവി ബോംബ് തന്നെയാണ്. പക്ഷേ അത് GBU ടൈപ്പിലോ അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറയുന്ന ഈ മോആബ് കാറ്റഗറിയിൽ വരുന്ന ബോംബിംഗ് അല്ല ഈ സബ്മറൈനിൽ നിന്നും ഡിപ്ലോയ് ചെയ്തത്. ഈ സബ്മറൈനിൽ നിന്നും ഡിപ്ലോയ് ചെയ്തതെല്ലാം സപ്പോർട്ടിംഗ് മിസൈൽസ് ആണ്. അതും ഹെവി ബോംബുകൾ തന്നെയാണ്.
അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. 30 ഷോട്ട്സ് ആണ് എടുത്തത്. 30 മിസൈലുകളാണ് സബ്മറൈനിൽ നിന്നും ത്രോ ചെയ്തത്. പിന്നെ B2 ബോംബർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ഒരു ഡൗട്ട് വരുന്നുണ്ട്. അത് ഇതുവരെ അമേരിക്ക B2 ബോംബർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിലും പറഞ്ഞിട്ടില്ല. നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് അപ്രൈസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ B2 ബോംബർ ഒരേ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ഈ ഫോർദോ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടക്കുന്ന ആ ഒരു സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം B2 ബോംബർ ഉപയോഗിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഈ 3 സെന്ററുകൾക്കുമായിട്ട് രണ്ട് GBU കാറ്റഗറിയിൽ വരുന്ന ബങ്കർ ബസ്റ്റേഴ്സ് എർത്ത് പെനട്രേഷൻ അതാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 6 B2 ബോംബേഴ്സിനെ കൊണ്ട് ഗുവാം എയർബേസിൽ നിർത്തി വെച്ചിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇന്നലെ രാത്രി മൊത്തം ഒരു ഡീവിയേഷൻ ഓപ്പറേഷൻ, ഈ ഡീവിയേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വഴിതിരിച്ചുവിടൽ, അമേരിക്ക റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഓൾറെഡി ഇസ്രായേലിന് കൊടുത്തതിനെ തുടർന്ന് അത് ഇസ്രായേൽ ബന്ദർ അബ്ബാസ് ഉൾപ്പെടെയുള്ള വേറെ പല മേഖലകളും കേന്ദ്രീകരിച്ച് ഇറാന്റെ വാർഷിപ്പുകൾ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ പിന്നീട് ചെയ്യാം. ഇഷ്ഫഹാൻ, ഫോർദോ, നറ്റാൻസ് എന്ന് പറഞ്ഞ ആ ഒരു 3 ഏരിയാസും അമേരിക്കയ്ക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇസ്രായേൽ വഴിമാറി സഞ്ചരിച്ചത്. C-130 എയർക്രാഫ്റ്റ് ഇതിനു വേണ്ടി തന്നെ സ്പെഷ്യലി മോഡിഫൈ ചെയ്തതാണ്. അത് C-17 കാറ്റഗറിയിൽ വരുന്ന ആ ഒരു എയർക്രാഫ്റ്റിനെ മോഡിഫൈ ചെയ്ത് ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഈ കാറ്റഗറിയിൽ വരുന്ന വിമാനം ഇങ്ങനത്തെ വലിയ വലിയ ബോംബുകൾ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ട വിമാനത്തിൽ കൊണ്ടുപോയി പാരഷൂട്ട് ലോഞ്ചറിലൂടെ ഇത് പുൾ ഔട്ട് ചെയ്ത് ഇത് എയറിൽ തന്നെ ആക്ടിവേറ്റഡ് ആയി കറക്റ്റായിട്ട് ടാർഗറ്റിനെ നോക്കി സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് ഈ ബോംബിനുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഓപ്പറേഷൻസും നടന്നിട്ടുണ്ടാവുക. B2 ബോംബർ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചതായിട്ട് ഇതുവരെ ഒരു പ്രസ്താവനകളും വന്നിട്ടില്ല. പിന്നെ ഈ B2 ബോംബറിനെ മാക്സിമം അമേരിക്ക അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് മറ്റു മാർഗ്ഗങ്ങളായിരിക്കും അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ പ്രിഫർ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടമാണ് B2 ബോംബർ തന്നെ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധ സാഹചര്യങ്ങളിലാണ് B2 ബോംബർ എടുത്തുകൊണ്ട് പോകുന്നത്. പിന്നെ ലാർജ് ഏരിയയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ലാർജ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മൊവാബ് കാറ്റഗറിയിൽ പെട്ട ബോംബ് വീഴുമ്പോഴത്തേക്കും ഇപ്പോൾ ഇട്ട ബോംബ് ഈ 30,000 പൗണ്ടിനോട് അടുപ്പിച്ച് വെയിറ്റുള്ള ഈ ബോംബ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീഴുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ റേഡിയസിന് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്ര ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അങ്ങനെ ഹൈലി ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ബോംബാണ്. ഹൈ ഫയർ പവറാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. നല്ല രീതിയിലുള്ള ഫയർ, എക്സ്ട്രാ ഹീറ്റ് ജനറേറ്റ് ആവും. കാരണം ഇത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും കൂടെ ചേർത്ത് എടുത്തുകൊണ്ടാണ് ഇത് കത്തുന്നത്. അങ്ങനെ കത്തുന്ന സമയത്താണ് ഈ ബ്ലാസ്റ്റിൽ ആ രീതിയിലുള്ള ഫയറാണ് ഉണ്ടാകുന്നത്. ാകുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന തീജ്വാല എന്ന് പറയുന്നത് അത്യുഗ്രമാണ്. അതായത് അമേരിക്കയുടെ എൻറ്റയർ ടീം ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. വാർ റൂമിൽ, വൈറ്റ് ഹൗസിൽ അണ്ടർഗ്രൗണ്ടിലുള്ള വാർ റൂമിൽ ഇതെല്ലാം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് JD വാൻസ്, മാർക്കോ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറി, അതേപോലെ തന്നെ പെൻറ്റഗന്റെ ഉദ്യോഗസ്ഥർ പീറ്റർ ഹെക്സറ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഇത് വാച്ച് ചെയ്ത് മോണിറ്റർ ചെയ്തിരിക്കുമായിരുന്നു ലൈവായിട്ട്. അതുപോലെ തന്നെ നാസ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റ് ഇമേജുകൾ കൃത്യമായിട്ട് ടൈം ടു ടൈം അവർക്ക് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഇത് പോയി പതിക്കുമ്പോൾ, ഈ ബോംബ് പോയി പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ്, ആ ഒരു എക്സ്ട്രാ ഹീറ്റ് നാസ മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് വിലയിരുത്തി ഫുൾ ഡീറ്റെയിൽസ് ഡീകോഡ് ചെയ്ത് വൈറ്റ് ഹൗസിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അമേരിക്കൻ സംവിധാനങ്ങളാണ്. അവർ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കാലങ്ങളായിട്ട് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ ഈ മൊവാബ് എന്ന് പറഞ്ഞ ബോംബ് ക്രിയേറ്റ് ചെയ്ത് എക്സ്പെരിമെന്റ് നടത്തുന്നത് തന്നെ 2003-ലാണ്. അത് ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഇത് ഓൾറെഡി എക്സ്പെരിമെന്റ് ചെയ്തതാണ്. പിന്നെ ഈ ബങ്കർ ബസ്റ്റർ ബോംബ് എക്സ്പെരിമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിദ്വാൻ വന്നിരുന്നിട്ട് അന്ത്യചർച്ചയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഈ ബങ്കർ ബസ്റ്റർ പരീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് തരത്തിലുള്ള വിഡ്ഢിത്തരമാണ് വിളമ്പിയത്. ഞാൻ ഈ പോയിന്റ് വിട്ടുപോയായിരുന്നു, ഇന്നലെ പറയാൻ പറ്റിയില്ല. അമേരിക്ക ബങ്കർ ബസ്റ്റർ പരീക്ഷിച്ചിട്ടില്ലേ? അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഈ GBU കാറ്റഗറിയിൽ വരുന്ന ഈ മദർ ഓഫ് ആൾ ബോംബ്സ് എന്ന് അറിയപ്പെടുന്ന മൊവാബ് കാറ്റഗറിയിൽ വരുന്ന ഈ ബോംബ് അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം പരീക്ഷിച്ചതാണ്. അവിടെ ഈ ദായിഷിൻ്റെയൊക്കെ ഈ തീവ്രവാദികളുടെ ടണലുകളും ഇതൊക്കെ മലയുടെ അടിയിലാണ്. അഫ്ഗാനിൻ്റെ ലാൻഡ് നേച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുത്തെ തുരങ്കങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ഇത് നിർമ്മിച്ച് കൊണ്ടുപോയി പരീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അമേരിക്ക വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരു മഹാൻ ഇരുന്ന് പറയുന്നത് അത് പരീക്ഷിച്ചിട്ട് പോലുമില്ല, അതുകൊണ്ടാണ് 2 ആഴ്ച 3 ആഴ്ച എന്നൊക്കെ ട്രംപ് നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ളൊരു വാദമാണ് ഉന്നയിച്ചത്. അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അത് കേട്ട് സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. ഏതെങ്കിലും ഒരു ബോംബ് ഉണ്ടാക്കി പരീക്ഷിക്കാതെ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ അമേരിക്ക? ഇതെന്ത് ചൈനയിൽ ഉണ്ടാക്കുന്ന ടോയാ, കളിപ്പാട്ടവും? അപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാരുടെ നോളജ്, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1.5 കിലോമീറ്ററിൻ്റെ ആഘാതം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. 100% ഈ ഒരു 3 സെന്ററുകളും, നറ്റാൻസ്, ഇഷ്ഫഹാൻ, ഫോർദോ, ഈ 3 സെന്ററുകളും
ഏകദേശം 1.5 കിലോമീറ്റർ റേഡിയസ് കൺഫേംഡ് ആയിട്ട് ഡാമേജ്ഡ് ആണ്. അതിൽ കൂടുതൽ എങ്ങാനും ഡീപ്പായിട്ട് ഇവർ അതിൻ്റെയും താഴെ കൊണ്ട് ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത് കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എനിവേ, അത് ആ സൈഡിൽ നിൽക്കെ ഇറാൻ ഇനി ഇതിനേക്കാളും ഇരട്ടി ബോംബ് കൊണ്ടിട്ടാലും ഇറാൻ പറയാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് അറിയാലോ. കാരണം അവർ പൊതുവിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് അറിയിക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ ഫേക്ക് നറേറ്റീവ് സൃഷ്ടിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഇത് വലിയ സംഭവമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വളരെ സാധാരണവൽക്കരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. അതായത് എപ്പോഴും ഒരു സൈക്കോളജിക്കൽ വാർഫെയറിൽ അവർ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. എത്ര ഡാമേജ് ഉണ്ടാക്കിയാലും ഇറാൻ എന്ന് പറയും ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അത് വിശ്വസിക്കാൻ ഇവിടെ കേരളത്തിൽ കുറേ മലയാളി ഹമാസ് ഉണ്ട്. അവരതൊക്കെ വിശ്വസിച്ച് ഒരു പുളകം കൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത്. എന്നിട്ട് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ റിറ്റാലിയേറ്റ് ചെയ്യും, തിരിച്ചടിക്കും എന്നാണ് പറയുന്നത് ഇറാൻ കേട്ടോ. തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ അഭിമാനത്തിന് പ്രശ്നം കൂടിയാണ്. അവർക്ക് ന്യൂക്ലിയർ സ്റ്റേഷൻ നഷ്ടപ്പെട്ടോ ഇല്ലയോ അതൊന്നും വിഷയമല്ല. ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ബോംബിട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും അമേരിക്കക്കെതിരെ വരും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൂത്തികൾ ഞങ്ങൾ റെഡ് സീയിൽ വരുന്ന എല്ലാ കപ്പലുകളും ഇനി ആക്രമിച്ച് തുടങ്ങും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു ട്രേഡ് റൂട്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾമോസ്റ്റ് അതിന്റെ പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു. ആ റൂട്ട് ക്ലോസ് ചെയ്യാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധം അടുത്ത ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് ബഹ്റൈൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെയും ഇറാന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും. കാരണം ഈ രാജ്യങ്ങൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കീനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇറാന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഏതെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവും, അത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. കാരണം ആ രീതിയിൽ ഇറാന്റെ നെക്സസ് ഉണ്ട്, ഈ പ്രോക്സി നെക്സസ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഓൾറെഡി തന്നെ ഇതിന് ഫ്യൂവൽ ഇട്ടിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ UAE-യിൽ, ബഹ്റൈനിൽ, കുവൈറ്റിലുള്ള എയർബേസിലുള്ള കംപ്ലീറ്റ് സാധനങ്ങളും ഒഴിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്കുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അഥവാ ആക്രമണം നടക്കുന്നെങ്കിൽ സൗദി അറേബ്യയെ ടാർഗറ്റ് ചെയ്യാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അങ്ങനെ സൗദിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഷിയ സുന്നി കോൺഫ്ലിക്റ്റ് ആയിട്ട് വലിയ തോതിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് മിഡിൽ ഈസ്റ്റിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഇതേ സാഹചര്യത്തിൽ OIC മീറ്റിംഗ് ഒക്കെ നടത്തി പലരും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ മിഡിൽ ഈസ്റ്റ് ബേസുകളിൽ നിന്നെല്ലാം അമേരിക്കയുടെ സാമഗ്രികളെല്ലാം ഒഴിപ്പിച്ച സ്ഥിതിക്ക് ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിന് പറയാനുള്ളത് സ്വന്തം ജനങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രതീതിയായിട്ട് അത് മാറും. അത് ഇറാന് ഗുണം ചെയ്യില്ല എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ അതിലുപരിയായിട്ട് ഒരു ന്യായവാദം എന്നുള്ള നിലയിൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ അടുത്ത് ഓൾറെഡി തന്നെ ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബേസ്, അതായത് ഞങ്ങളുടെ രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന US-ന്റെ ബേസിൽ നിന്നും നിങ്ങൾ ഇറാനെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക അത്രയും സബ്മറൈനെയും കൊണ്ട് ഈ കടലിന്റെ തീരത്തിട്ട് സബ്മറൈനിൽ നിന്നും 30 ലോങ് റേഞ്ച് മിസൈൽസ് ഫയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാനെ ചുറ്റിപ്പറ്റി ഉള്ള പല രാജ്യങ്ങളിലും ബേസ് ഉണ്ട്, അവിടെ നിന്ന് ചെയ്യാമായിരുന്നു. അപ്പോൾ അമേരിക്ക ഉദ്ദേശിച്ചത് ഇത് നെക്സ്റ്റ് ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യേണ്ട, അതായത് വേറൊരു രാജ്യത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണ്ട എന്നുള്ള നിലയിലാണ് ആ ബേസുകളിൽ നിന്നൊന്നും അമേരിക്ക ഒരു രീതിയിലുള്ള ആക്ഷൻസും എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ അങ്ങനെ ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. അതായത് മിഡിൽ ഈസ്റ്റിൽ ഇന്ന രാജ്യത്തിൽ നിന്നാണ് അമേരിക്ക ഞങ്ങളെ ടാർഗറ്റ് ചെയ്തത്, ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൗദിയുടെ ബേസിൽ നിന്നാണ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തത്, അങ്ങനെയൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അമേരിക്ക ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാന് ഡയറക്റ്റായിട്ട് തന്നെ അമേരിക്കയെയാണ് കൺഫ്രണ്ട് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ അമേരിക്കയെ എവിടെ ഏത് സ്ഥലത്ത് എളുപ്പത്തിൽ ഒരു അറ്റാക്ക് കൊടുത്ത് അവരെ ഒന്ന് വിറപ്പിക്കാം എന്നായിരിക്കും ഇറാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. എവിടെയെങ്കിലും മിസ് ഔട്ട് ചെയ്ത അമേരിക്കയുടെ ബേസുകൾ ഏതെങ്കിലും ഭാഗത്തുണ്ടോ എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ ഒരു എയിം. അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കാരണം ഏതെങ്കിലും ചെറിയ രീതിയിലൊരു പ്രതികരണം കൊടുക്കണം അമേരിക്കയ്ക്ക്. അത്ര വലിയ രീതിയിൽ അമേരിക്ക ചെയ്തതുപോലെയൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ രീതിയിലെങ്കിലും അമേരിക്കയുടെ ബേസിലോ എവിടെയെങ്കിലേക്ക് ഒരു ഡ്രോണോ ചെറിയൊരു മിസൈലോ അല്ലെങ്കിൽ ഒരു ബാലിസ്റ്റിക് മിസൈലോ എവിടെയെങ്കിലും പതിപ്പിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇസ്രായേലിലേക്ക് ഞങ്ങൾ മിസൈൽ ആക്രമണം ശക്തമാക്കും എന്ന് പറഞ്ഞിട്ട് ഹൂത്തികൾ ആഹ്വാനം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. ശരിക്കും നെക്സ്റ്റ് ലെവലിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ശനിയാഴ്ച ഉടനീളം ഡേ ടൈമിലും അതുപോലെ ഇന്നലെ രാത്രി മുഴുവനും നടത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത നീക്കം എന്ന് പറഞ്ഞാൽ റെജീം ചേഞ്ച് ആണ്. ഈ റെജീം ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ആയത്തുള്ള ഖമനേയി പദവി ഒഴിഞ്ഞിട്ട് ഞാൻ വേറെ ആൾക്ക് കൊടുക്കാം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ വാർത്തകൾ ഞാൻ കണ്ടായിരുന്നു. അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, അതൊക്കെ ഫേക്ക് ന്യൂസാണ്. ആയത്തുള്ള ഖമനേയി പറഞ്ഞത് അഥവാ ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് പകരം ഈ പൊസിഷനിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് 3 പേരെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ പദവിയിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഒരിക്കലും ആയത്തുള്ള ഖമനേയി പറഞ്ഞിട്ടില്ല.
അയാളെപ്പോലെ ഒരു അധികാരപ്രേമി ഈ ലോകത്ത് തന്നെ ആരും തന്നെ ഉണ്ടാവില്ല. അത്രത്തോളം അധികാരമോഹിയാണ് ഈ ആയത്തുൽ ഖമനേയി. അതുകൊണ്ടല്ലേ 87 വയസ്സിലും ഈ കസേരയിൽ ഇങ്ങനെ തന്നെ ഇരിക്കണം നിർബന്ധം പിടിക്കുന്നത്, ഇങ്ങനെ ബങ്കറായിട്ട് ഓടി നടക്കുന്നത്. അയാളുടെ നൊട്ടോറിയസ് ക്രിമിനൽ മൈൻഡാണ് ഇതൊക്കെ അയാളുടെ പൊളിറ്റിക്കൽ തിങ്കിങ് ആണ്. അപ്പോൾ ആ രീതിയിൽ ക്രൂക്കഡ് മൈൻഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ് ആയത്തുൽ ഖമനേയി. ആയത്തുൽ ഖമനേയി എന്തുകൊണ്ടാണ് എനിക്ക് ശേഷം റൂൾ ചെയ്യാൻ പോകുന്ന 3 പേരെ തിരഞ്ഞെടുക്കും എന്ന് പറയുന്നത്? 3 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവിടെ ടാക്ടിക്സ് ഉണ്ട്. കാരണം ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാൾ ഡിക്റ്റേറ്ററായിട്ട് മാറിയിട്ട് കംപ്ലീറ്റ് ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. 3 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ 3 പേരും കൺസൾട്ട് ചെയ്തിട്ട് ഈ 3 പേർക്കും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും നിലവിൽ ആയത്തുൽ ഖമനേയി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുക. ഈ 3 പേർക്കും ടോപ്പായിട്ട് ആയത്തുൽ ഖമനേയി തന്നെ ഉണ്ടാവും, ബങ്കറിനുള്ളിൽ ഉണ്ടാവുമായിരിക്കും. പിന്നെ ആയത്തുൽ ഖമനേയിക്ക് ഈ 3 പേരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അതാണ് ഉദ്ദേശിക്കുന്നത്. മകനായിട്ടുള്ള മുജ്തബ ഖമനേയിയെ ഒരിക്കലും അയാൾ ഈ 3 പേരിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അതായത് ഒരു സക്സസറായിട്ട് ആയത്തുൽ ഖമനേയിയുടെ സക്സസറായിട്ട് മുജ്തബ ഖമനേയിയെ നിയമിച്ചു കഴിഞ്ഞാൽ അതൊരു വാലിഡേഷനാണ്, വാലിഡ് പോയിന്റ് ആണ്. കാരണം ഡയറക്റ്റ് ജനറേഷനാണ്. അത് കൂടുതൽ IRGCക്ക് ശക്തി പകരും. അത് IRGC ഭരണകൂടം ഇനിയും നീണ്ട് മുന്നോട്ട് പോവും, IRGC ഭരണകൂടം ശക്തമായിട്ട് ഇറാനിൽ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് മുജ്തബയെ നിയമിക്കുന്നത്. അതിലുപരിയായിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇസ്രായേലിന്റെ ഭീഷണി. മൊസാദ് എങ്ങാനും തട്ടിക്കളയുമോ എന്ന് പറഞ്ഞിട്ടാണ് മുജ്തബയും കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് ടണലിന്റെ ഉള്ളിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. മകനായിട്ടുള്ള മുജ്തബയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ബങ്കറിനുള്ളിൽ പോയി താമസിക്കുന്നത്. കാരണം മുജ്തബയ്ക്കും ഉണ്ട് ഭീഷണി, അവർക്ക് പേടിയാണ് മൊസാദിനെ. അതായത് ആയത്തുൽ ഖമനേയി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്, ഒരു ഫേക്ക് നറേറ്റീവ്. അത് തന്നെയാണ് സംഗതി. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്ര സ്ഥലങ്ങളിലാണ് റെഡ് കളർ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കൂ. ഈ റെഡ് കളർ മാർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളാണ്. ടെലവീവിലെ വിഷയങ്ങളെക്കുറിച്ച്, ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ദുഃഖിതരാകുന്ന ആൾക്കാർ ഇതൊന്ന് കണ്ടു നോക്കേണ്ടതാണ്. കാരണം ഇതിൻ്റെ വീഡിയോസൊക്കെ ഇനി പുറത്തു വരും, തീർച്ചയായിട്ടും പുറത്തു വരും. കാരണം ഇറാനിലെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെ പല കമ്മ്യൂണിക്കേഷൻസ് ഡിവൈസസും റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ തെഹ്റാൻ. അല്ല, ടെലവീവ് എന്ന് പറഞ്ഞത് ചെറിയ കുറച്ച് ബിൽഡിങ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഏതൊരു മിസൈൽ വന്ന് വീണാലും ഉണ്ടാകാവുന്ന ഒരു ആഘാതമാണ് ടെലവീവിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 850-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. ഓൾമോസ്റ്റ് 900 എന്ന് പറയാം, അത്രത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3000 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. 3000 പേര് ഗുരുതരമായ പരിക്കാണ്. ആ രീതിയിലുള്ള ആക്രമണങ്ങളാണ്. ഇതും ഇസ്രായേൽ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യാതെ മിലിറ്ററി ഏരിയ ഗവൺമെന്റ് ഇപ്പോൾ ഇന്നലെ പോലും ഒരു സൈബർ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ആ രീതിയിലുള്ള പ്രിസൈസ് അറ്റാക്കുകൾ നടത്തുന്നതിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഈ ഒരു കൊലാട്രൽ ഡാമേജ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായ ഈ ഒരു കാഷ്വാലിറ്റീസ്. ഇറാൻ നടത്തുന്ന പോലെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മിസൈൽ പ്രകടനമാണ് ഇസ്രായേൽ കാഴ്ചവെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല കാഷ്വാലിറ്റി. ഇവിടെയെല്ലാം 2, 3, 4, 0 ഇങ്ങനെ ചേർത്ത് ഇടേണ്ടി വരും. അമേരിക്ക നടത്തിയ ഈ ഒരു ആക്രമണത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഈ ഓപ്പറേഷൻസ് നടന്നത്, ഞാൻ ഈ ബോംബിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എങ്ങനെയൊക്കെ ആയിരിക്കണം ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോകളിൽ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സെക്കൻഡറി ചാനലുണ്ട്. ആ ചാനലിലും ഇതേപോലെ രസകരമായിട്ടുള്ള വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ഒരു വീഡിയോ വരുന്നതാണ്. ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് കമൻറ്റിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. എല്ലാ ദിവസവും ഇടുന്ന പുതിയ വീഡിയോകളുടെ ലിങ്ക് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാർത്തകളും കൂടി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ കേട്ട വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.